ഇതുപോലെ തന്നെ ഒരു യാത്ര നമ്മുടെ ഒരു വാർത്താ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നോ രണ്ടോ അല്ല, കിലോമീറ്ററുകളോളം നടന്ന് ഒഴുകിപ്പോയ ഒരു ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ തേടിയുള്ള യാത്രയിലാണ് നമ്മുടെ PR സുനിലും നന്ദു പേരാമ്പ്രയും. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം മണ്ണിനടിയിലാക്കിയ ധരാലിയിലേക്കുള്ള സാഹസിക യാത്രയിലാണ് റിപ്പോർട്ടർ സംഘം. ഗഗ്നാനി മേഖലയിലെ കുത്തനെയുള്ള മല കയറിയിറങ്ങി നദി മുറിച്ചു കടന്നാണ് അവരുടെ യാത്ര. ആ യാത്രയിലേക്ക് നമുക്ക് പോകാം. ധാരാലിയിലെ ദുരന്തഭൂമിയിലേക്ക് ദുർഘടം പിടിച്ച യാത്രയാണ്. ഞങ്ങൾ കുത്തനെയുള്ള മലയിറങ്ങി നദി കടന്നു, അതുപോലെ തന്നെ മറ്റൊരു മല കയറി ഇപ്പോൾ ഞങ്ങൾ ധാരാലി മേഖലയിലേക്ക് നടക്കുകയാണ്. ഏതാണ്ട് 30 കിലോമീറ്റർ നടന്നു വേണം ഹർസിലെത്താൻ. ഹർസിലിനടുത്താണ് ഈ ദുരന്തം നടന്ന ധാരാലി മേഖല. ഈ പോകുന്ന വഴിക്കൊക്കെ ഇതാണ് കാഴ്ച. ഇങ്ങനെ മലമുകളിൽ നിന്ന് ഈ കല്ലും പാറക്കല്ലുകളൊക്കെ ഇതുപോലെ ഇടിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഈ റോഡെല്ലാം ഇനി നന്നാക്കണം. ഇവിടെ കാണാം നദിയിലെ കുത്തൊഴുക്ക് കാണാം. റോഡിന്റെ ഒരു ഭാഗമൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് എല്ലാ ഇടങ്ങളിലും കാണുന്ന കാഴ്ച. ഏതായാലും ധാരാലിയിലേക്ക് ഇതുവരെ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. കാരണം റോഡ് മാർഗമുള്ള യാത്ര ഇവിടേക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഗഗ്നാനി മേഖലയിൽ പാലം നിർമ്മാണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ പാലം നിർമ്മാണം പൂർത്തിയായ ശേഷം മാത്രമേ വാഹനങ്ങൾക്ക് അവിടം കടന്ന് ഈ മേഖലയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴും ഈ റോഡൊക്കെ അതിനു മുൻപ് നന്നാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഒരു ദുർഘടം പിടിച്ച വളരെ ഹൈ റിസ്ക് ആയ ഒരു യാത്ര തന്നെയാണ്. ഇവിടെ കാലാവസ്ഥ മാറി മറിഞ്ഞു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ കാലാവസ്ഥ മോശമാണ്, നല്ല മഴ പെയ്യാൻ പോകുന്നു. അപ്പോൾ ഒരു ആശങ്കാജനകമായ സാഹചര്യം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഏതായാലും ഈ വഴിയിൽ വാഹന ഗതാഗതമില്ല, അതുപോലെ തന്നെ എന്തെങ്കിലും കടകളില്ല, ഒരു സംവിധാനങ്ങളുമില്ല, നെറ്റ്വർക്ക് സംവിധാനമില്ല, വൈദ്യുതിയില്ല. അപ്പോൾ അതാണ് ഇപ്പോഴും ഈ ഹർഷിൽ മേഖലയിലെയൊക്കെ തന്നെ അവസ്ഥ. ഏതായാലും ഞങ്ങൾ നടക്കുകയാണ്. നമുക്കവിടെ മുന്നോട്ട് പോയാൽ മറ്റൊരു കാഴ്ച കാണാം. റോഡിന്റെ ഒരു വലിയൊരു ഭാഗം ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ റോഡ് ഇനി എങ്ങനെ നന്നാക്കും എന്നത് വലിയ വെല്ലുവിളിയായിരിക്കും. ഒരുപക്ഷെ ഇനിയുള്ള അടുത്ത ഘട്ട രക്ഷാദൌത്യത്തിൽ നോക്കൂ, റോഡിന്റെ പകുതിയിലധികം 90% നദിയെടുത്ത് പോയിരിക്കുകയാണ്. ഒരു അവശേഷിക്കുന്ന ഒരു ചെറിയ ഭാഗം, അത് റോഡല്ല, ഈ റോഡിന്റെ അരികിലുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. നമ്മുടെ ക്യാമറമാൻ നന്ദു പേരാമ്പ്ര വലിയ റിസ്ക് എടുത്താണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത്. ഏതായാലും ഹർസിലിലെ ധാരാലിയിലെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് അറിയാനുള്ള അതികഠിനമായ യാത്ര തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു മൺതിട്ട കൂടി ഇടിഞ്ഞ് താഴേക്ക് പോകാം. കുറച്ച് ആളുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ हम सुखी टॉप से आ रहे हैं। सुखी टॉप से कैसे आगे रास्ता पैदल जाने के लिए रास्ता है, और उसके बाद गाड़ी वाड़ी नहीं जाएगी। अभी भी रोड नहीं है। जल्दी निकालो, बहुत डेंजरस है इधर. ഓക്കെ. ഏതായാലും വലിയ അപകടം പിടിച്ച ഒരു യാത്ര തന്നെയാണ്. ധാരാലിയിലെ ഈ ഒരു ദുരന്തഭൂമിയിൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? 100-ലധികം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടെത്താൻ എന്തൊക്കെ ശ്രമങ്ങളാണ് നടക്കുന്നത്? അപ്പോൾ അതൊക്കെ നേരിട്ട് ജനങ്ങളെ അറിയിക്കാൻ റിപ്പോർട്ടർ സംഘം ഈ ധാരാലി മേഖലയിലേക്ക് എത്തുകയാണ്. ഹർസിലിന് സമീപത്തു നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം PR സുനിൽ, ഇൻ റിപ്പോർട്ടർ. നോക്കൂ, സാഹസികത എന്നതല്ല, ആ സ്ഥലത്തെ യഥാർത്ഥ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി യാത്ര തുടരുകയാണ് ഞങ്ങളുടെ PR സുനിലും നന്ദു പേരാമ്പ്രയും. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പട്ടുമെത്തയല്ല, ഇതുപോലെയുള്ള സാഹസികമായ ഇടങ്ങളിലൂടെ, ദുർഘടമായ പാതയിലൂടെയുള്ള യാത്രയാണ് എന്നതുകൂടി പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ. വഴിയില്ല, വാഹനങ്ങളില്ല, അത്യന്തം അപകടം പിടിച്ച മേഖലയാണ്. മേഘവിസ്ഫോടനം ഉണ്ടായ ഇടമാണ്. അടുത്ത ഒരു അപകടം, കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപകടം ഉണ്ടാകുമോ എന്ന് കരുതി മാറി നിൽക്കുകയല്ല, എല്ലാം സുരക്ഷിതമായതിനു ശേഷം യാത്ര നടത്തുകയല്ല, അപകട മേഖലയിലെത്തി എന്താണ് അവിടുത്തെ യഥാർത്ഥ ചിത്രമെന്ന് പുറം ലോകത്തെ അറിയിക്കാനുള്ള യാത്ര തുടരുകയാണ് PR സുനിലും നന്ദു പേരാമ്പ്രയെ. നമുക്ക് അവരുടെ അടുത്ത ഘട്ടത്തിലേക്ക് അവർ നടന്നെത്തുമ്പോഴേക്കും, അവിടെ നിന്ന് റേഞ്ച് എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് അവരെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അവിടുത്തെ ദൃശ്യങ്ങൾ കാണാനോ സാധിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും എത്താം PR സുനിലിലേക്കും നന്ദു പേരാമ്പ്രയിൽ.